ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന തിരുവചന ഭാഗം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. മാത്രമല്ല, നിൻ്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ ആഹാരവും ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാനും കൊടുക്കുക. അതുവഴി നീ അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂന കൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്: സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. നമുക്കറിയാമല്ലോ, ചിലരുമായി പൊരുത്തപ്പെട്ടു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചിലരുടെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി അതോർക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടാവും. ചിലരെയൊക്കെ ഇടിച്ച് കലക്കി കുടിക്കാനുള്ള ദേഷ്യമായിരിക്കും ഉള്ളിലുണ്ടാകുന്നത്. അതുപോലെയാണ് അവരുടെ പ്രവൃത്തി. എന്നാൽ പോലും കർത്താവ് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം എന്താണ്? സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കുവിൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരമ്മായിമ്മ മരുമകളെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്യാനത്തിൽ വെച്ച് ധ്യാനഗുരു അച്ഛൻ ഇങ്ങനെ പറഞ്ഞു: അമ്മായിയമ്മയുടെ 5 നന്മകൾ കണ്ടുപിടിച്ച് അങ്ങോട്ട് പറയാൻ. മരുമകൾ നോക്കിയിട്ട് ഒരു നന്മയും കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല, ഒരു നന്മയില്ല. അവസാനം ധ്യാനഗുരു പറഞ്ഞതല്ലേ എന്ന് കരുതി അമ്മായിയമ്മയുടെ നന്മകൾ ഓരോന്ന് ബലം പിടിച്ച് കണ്ടുപിടിച്ച് പറയാനായിട്ട് തുടങ്ങി. അങ്ങനെ ബലം പിടിച്ച് കണ്ടുപിടിച്ചത് പറയാനായിട്ട് തുടങ്ങിയപ്പോൾ സാത്താൻ പരാജയപ്പെടുകയാണ്. ദൈവരാജ്യം ബലവശമാണ്, ബലവാന്മാർ അത് സ്വന്തമാക്കുന്നു. അപ്പം ചില വ്യക്തികളുമായി മുന്നോട്ട് പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായ തിരുവചനം പറയുകയാണ്: നിങ്ങൾ പ്രതികാരം ചെയ്തേക്കരുത്, നിങ്ങൾ പ്രതികാരം ചെയ്തേക്കരുത്. അവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ പ്രതികാരം ചെയ്യണം എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുള്ളത്. പ്രതികാരം ചെയ്താൽ എന്ത് സംഭവിക്കും? പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. ഒരു കാര്യവുമില്ലാതെ മറ്റുള്ളവർക്ക് നമ്മളോടോ നമുക്ക് മറ്റുള്ളവരോടോ ഒക്കെ വെറുപ്പും ദേഷ്യമൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ നാം മാറ്റി നിർത്തപ്പെട്ട വ്യക്തികളാണ് എന്നൊരു ബോധ്യം നമുക്ക് വേണം. മറ്റുള്ളവർക്ക് നമ്മളോട് വിരോധമുണ്ടായാലും അതേ വിരോധത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. യേശുവിൻ്റെ കൂടെ തള്ളിപ്പറയുന്നവരുണ്ടായിരുന്നു, ഒറ്റിക്കൊടുക്കുന്നവരുണ്ടായിരുന്നു, പ്രശ്നം വന്നാൽ ഇട്ടേച്ചു പോകുന്നവരുണ്ടായിരുന്നു. അപ്പത്തിൻ്റെ കണക്ക് പറയുന്നവരും അധികാര കസേരയ്ക്ക് വേണ്ടി വടംവലി കൂടുന്നവരും ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു. സമറിയ പട്ടണം അഗ്നിയും ഗന്ധകവും ഇറക്കി നശിപ്പിച്ച് കളഞ്ഞേക്കട്ടെ എന്ന് യോഹന്നാൻ ശ്ലീഹ ചോദിച്ചതാണ്. അത്രമാത്രം പ്രതികാരത്തിൻ്റെ മനോഭാവമുള്ള ആളുകളെയാണ് ഈശോ കൂടെ കൊണ്ടു നടന്നിരുന്നത്. എന്നിട്ട് ഈശോയുടെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടായില്ലല്ലോ. അവരുടെ വാക്കുകളോ പെരുമാറ്റമോ ഒന്നും ഈശോയുടെ മനസ്സിനെ തളർത്തിക്കളഞ്ഞില്ലല്ലോ. അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകൾ, മറ്റുള്ളവരുടെ പ്രവൃത്തികൾ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തരുത്. മറ്റുള്ളവർ നല്ല വാക്ക് പറയുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റുക, മറ്റുള്ളവർ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുക, അതിലെന്ത് പ്രത്യേകതയാണുള്ളത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സന്തോഷമൊക്കെ മറ്റുള്ളവരുടെ കയ്യിലാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം?
നമ്മുടെ സമാധാനം അവരുടെ കയ്യിലാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം. അവർ വിചാരിച്ചാൽ നമ്മൾ സന്തോഷിക്കും, അവർ സന്തോഷിക്കാൻ അവസരം ഉണ്ടാക്കി തന്നാൽ നമ്മൾ സന്തോഷിക്കുന്നു. നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത് ദൈവത്തിൽ തന്നെയാണ്. അതുകൊണ്ട് സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവാൻ. പത്രോസിൻ്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ അധികാരികൾ ദുഷ്ടരോ ശാന്തരോ നല്ലവരോ ആയിരുന്നാലും എല്ലാ ആദരവോടും കൂടെ അവർക്ക് വിധേയരായിരിക്കുവിൻ. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമായി തീരും. തെറ്റു ചെയ്തിട്ട് അടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്? 1 പത്രോസ് 2-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളാണ്. ഭൃത്യന്മാരെ, നിങ്ങളുടെ യജമാനന്മാർ നല്ലവരോ ശാന്തരോ ദുഷ്ടരോ ആയിരുന്നാലും എല്ലാ ആദരവോടും കൂടെ അവർക്ക് വിധേയരായിരിക്കുവിൻ. നല്ലവർ, ശാന്തർ, ദുഷ്ടർ. ഇപ്പോൾ ചിലർ ശാന്തരായിരിക്കും, ചിലർ നല്ലവരായിരിക്കാം, ചിലർ ദുഷ്ടരായിരിക്കാം. എന്നാലും എല്ലാ ആദരവോടും കൂടെ അവർക്ക് വിധേയരായിരിക്കുവിൻ. എന്നിട്ട് തിരുവചനം പഠിപ്പിക്കുകയാണ്, തെറ്റു ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്തു മഹത്വമാണുള്ളത്? ഇപ്പോൾ തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായെന്ന് വരാം. തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും ഇല്ലാവചനം മറ്റുള്ളവർ പറയുമ്പോഴുമൊക്കെയാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ മനസ്സ്, ശരിയായ മനസ്സ് ഉണരേണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരിക്കലും നാം പ്രതികാരം ചെയ്യരുത്, ചെയ്യാൻ പോയേക്കരുത്. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിലരുടെ പെരുമാറ്റവും ചിലർക്കുണ്ടാകുന്ന ഉയർച്ചയും നമ്മുടെ മനസ്സിൽ ചില ഭാരമുണ്ടാക്കുന്നുണ്ടോ എന്ന് നാം കണ്ടെത്തണം. ഒരിക്കലൊരു ഓട്ടോറിക്ഷക്കാരൻ സംസാരിക്കാൻ വന്നപ്പോൾ എന്നോട് പറയുകയാണ്, ഞാൻ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഇറക്കുമ്പോൾ 4 ഓട്ടോറിക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 34 ഓട്ടോറിക്ഷയായി. ഇവന്മാരെല്ലാം വന്നതിന് ശേഷം എനിക്ക് ഓട്ടം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ അവരെയൊക്കെ തെറി വിളിക്കും. തമാശനാണ് തെറി വിളിക്കുന്നത്. പക്ഷേ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, തമാശയിലൂടെയാണ് സത്യം പറയുന്നത്. ചിലർ എല്ലാം പറഞ്ഞതിന് ശേഷം പറയും തമാശ പറഞ്ഞതാകട്ടോ, അതാണ് സത്യം. അവരുടെ മനസ്സതാണ്, അവരുടെ ഉള്ളതാണ്. തമാശയിലൂടെയാണ് സത്യം പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഓട്ടോറിക്ഷക്കാരനെ ഇങ്ങനെ തെറി വിളിക്കും. അവരെ തെറി വിളിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, സഹോദര, ഓട്ടോറിക്ഷയാണോ താങ്കളെ രക്ഷിക്കുന്നത്? ദൈവമല്ലേ രക്ഷിക്കുന്നത്? ഓട്ടം കിട്ടാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ഭാരപ്പെടുന്നു. ഓട്ടം കിട്ടാത്തതിൻ്റെ കാരണം എന്താണ് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇവിടെ എന്നെ കൂടാതെ 33 ഓട്ടോ എത്തിയിരിക്കുന്നു. ഈ ഓട്ടോ വന്നതാണ് പ്രശ്നമായി തീർന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ സ്റ്റാൻഡിൽ 34 ഓട്ടോറിക്ഷയാണുള്ളത്. ഈ 33 ഓട്ടോറിക്ഷ ഉള്ളതുകൊണ്ട് എനിക്ക് ഓട്ടം കിട്ടുന്നില്ല. അവരാണ് എൻ്റെ ഉയർച്ചയ്ക്കും സാമ്പത്തികമായ വളർച്ചയ്ക്കും തടസ്സം നിൽക്കുന്നത് എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു തോന്നലുണ്ടായപ്പോൾ നമുക്ക് അവരോട് വെറുപ്പുണ്ടാകുന്നു. വാസ്തവത്തിൽ അവരാണോ നമ്മളെ അനുഗ്രഹിക്കേണ്ടത്? അനുഗ്രഹിക്കേണ്ടത് ദൈവമല്ലേ. ദൈവത്തിൽ നിന്നല്ലേ അനുഗ്രഹം, ദൈവത്തിൽ നിന്നല്ലേ സഹായം. ദാവീദ് രാജാവിന് ആ ബോധ്യമുണ്ടായിരുന്നു. സങ്കീർത്തനം 121:1, എനിക്ക് സഹായം എവിടുന്ന് വരും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ നിന്ന്. സങ്കീർത്തനം 23 ദാവീദ് ഇങ്ങനെ പറഞ്ഞു, 23:1 മുതലുള്ള വാക്യങ്ങൾ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല, എനിക്കൊരു കുറവും ഉണ്ടാവുകയില്ല എന്ന് ദാവീദിന് ബോധ്യമുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊന്നിനും കുറവില്ലാതെ നമ്മളെ പരിപാലിക്കാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ വളർച്ചയിലും ഉയർച്ചയിലും ഒരിക്കലും നാം അസൂയാലുക്കളായി മാറരുത്. ഞാൻ ഈ സഹോദരനോട് പറഞ്ഞു, ഈ ഓട്ടോറിക്ഷക്കാരനോട്, നിങ്ങൾ ഈ ധ്യാനം കഴിഞ്ഞ് പോയിട്ട് രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ, ഞാൻ ഓട്ടോയും കൊണ്ട് പോവുകയാണ്, എനിക്ക് ഓട്ടം തരണം. നീയാ എനിക്ക് ഓട്ടം തരുന്നത്, അവരൊന്നുമല്ല, ആ ഓട്ടോറിക്ഷ ഒന്നുമല്ല എൻ്റെ തടസ്സം, എനിക്ക് അങ്ങാണ് വലുത്. അങ്ങനെ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ഈ മനുഷ്യൻ ഓട്ടോറിക്ഷ വീട്ടിൽ നിന്ന്
എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരേലും കൈ നീട്ടും. അയാളെ ഒരു സ്ഥലത്ത് കൊണ്ടയാക്കും. അവിടെ ഇറക്കി കഴിയുമ്പോൾ വേറൊരാൾ കൈ നീട്ടും. എന്നിട്ട് ആ മനുഷ്യനെ വേറൊരു സ്ഥലത്ത് കൊണ്ട് ഇറക്കി വിടും. ചുരുക്കി പറഞ്ഞാൽ ഈ മനുഷ്യനിപ്പോൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ചെല്ലാനായിട്ട് പറ്റുന്നില്ല. 10-18 വർഷം മുമ്പ് ഓട്ടോറിക്ഷ ഓടിച്ച് എല്ലാ ചെലവും കഴിഞ്ഞ് 250 രൂപ 300 രൂപ അയാൾക്ക് മാറ്റിവെക്കാനായിട്ട് സാധിക്കുമായിരുന്നു. 10 രൂപയാണ് അന്ന് ഓട്ടത്തിനുള്ളത്. ഒന്നോർത്ത് നോക്കൂ, അയാൾ സാമ്പത്തികമായിട്ട് ഈ ഓട്ടോറിക്ഷ കണ്ടങ്ങ് ഉയർന്നു. അയാൾക്ക് 2-3 ഓട്ടോറിക്ഷ വാങ്ങിക്കാനായിട്ട് കർത്താവ് ഇടയാക്കി. ചിലത് ഓട്ടം കൊടുക്കുന്നു. അയാൾ അത്രയും നാൾ കരുതിയിരുന്നത് എന്നെ കൂടാതെ ഈ 33 ഓട്ടോറിക്ഷ ഈ സ്റ്റാൻഡിൽ വന്നതാണ് പ്രശ്നം. ഞാൻ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ കൊണ്ടുവരുമ്പോൾ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇഷ്ടം പോലെ ഓട്ടം കിട്ടുമായിരുന്നു. മറ്റുള്ളവരാണ് എൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സം എന്ന് ചിന്തിക്കുന്നു. അവരാണ് പ്രശ്നം എന്ന് കരുതുന്നു. എൻ്റെ പ്രിയരെ, ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്തോറും നമ്മുടെ ഉള്ള ഭാരം കൊണ്ട് നിറയും. അവരൊക്കെ നമുക്ക് അനുഗ്രഹമാണ്. ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായത് ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ചിലർ ഈ വചനത്തെ വേറൊരു രീതിയിലാണ് കാണുന്നത്. എന്നോട് ചെയ്തവനോട് ദൈവം ചോദിച്ചോളും, ദൈവം ചോദിക്കും, ദൈവം ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, ദൈവം ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് സകല പ്രശ്നവും ദൈവത്തിൻ്റെ തലയെ കൊണ്ട് വച്ചിരിക്കുകയാണ്. ദൈവം ചോദിച്ചാൽ ബാക്കി കാണുമോ? ഇനി ദൈവത്തിൻ്റെ ചോദ്യം ഏത് രീതിയിലായിരിക്കും വരുന്നത്? ദൈവം എങ്ങനെയാണത് കൈകാര്യം ചെയ്യുന്നത്? സാവൂള് എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നതായി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ പ്രഘോഷിച്ചു എന്നുള്ള കാരണത്താലാണ് യഹൂദനായിരുന്ന സാവൂള് ക്രിസ്ത്യാനിയായിരുന്ന എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നത്. ആദ്യത്തെ രക്തസാക്ഷിയാണ് എസ്തപ്പാനോസ്. ഇപ്പം ക്രിസ്തുവിനെ പ്രഘോഷിച്ചു എന്നുള്ള കാരണത്താൽ എന്താണ് സാവൂളിൻ്റെ കാഴ്ചപ്പാട്? യഹൂദ മതത്തിൽ നിന്ന് ആളുകൾ ക്രിസ്ത്യാനികളായി മാറുന്നു. അതാണ് സാവൂളിന് സഹിക്കാൻ പറ്റാത്തത്. തൻ്റെ മതത്തിൽ നിന്ന്, ഈ യഹൂദ മതത്തിൽ നിന്ന് ആളുകൾ ക്രിസ്ത്യാനികളായി മാറുന്നത് സാവൂളിനെ സഹിക്കാനായിട്ട് പറ്റുന്നില്ല. മതത്തെ സ്നേഹിക്കുന്നുണ്ട് സാവൂള്. അങ്ങനെ മതത്തെ സ്നേഹിച്ചിരുന്ന സാവൂള് എസ്തപ്പാനോസിനെ കല്ലെറിയുമ്പോൾ ഈ കല്ലേറുകൊണ്ട് നിലത്ത് വീഴുമ്പോൾ എസ്തപ്പാനോസ് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ, ഈ കുറ്റം അവരുടെ മേലെ ചുമത്തരുതേ എന്ന്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 59 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിത് കാണുകയാണ്. കർത്താവേ, ഈ കുറ്റം അവരുടെ മേലെ ചുമത്തരുതേ എന്ന്. ക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്ന എസ്തപ്പാനോസിന് തന്നെ പീഡിപ്പിക്കുന്നവരോടൊന്നും യാതൊരു വിരോധവുമില്ല, യാതൊരു പ്രയാസവുമില്ല. വടക്കേ ഇന്ത്യയിൽ ഗ്രഹാം സ്റ്റെയിലിനെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും ചുട്ടുകൊന്നപ്പോൾ ഭാര്യ ഗ്ലാഡീസിനോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ ഇങ്ങനെ ഇത് ചെയ്യാനായിട്ട്? ഗ്ലാഡീസ് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, ക്രിസ്ത്യാനിക്ക് ഒന്നേ അറിയൂ, സ്നേഹിക്കാൻ. ഞങ്ങൾക്കാരും ശത്രുക്കളില്ല, ഞങ്ങൾക്ക് സ്നേഹിക്കാനേ അറിയൂ. വാസ്തവത്തിൽ അതാണല്ലോ സത്യം. ക്രിസ്ത്യാനിയെ പീഡിപ്പിച്ചാൽ പോലും ക്രിസ്ത്യാനിക്ക് സ്നേഹിക്കാനേ അറിയൂ. ക്രിസ്തു നൽകുന്ന കൽപ്പനയും നിയമവും അതുതന്നെയാണല്ലോ. യേശു കുരിശിൽ കിടക്കുമ്പോൾ ലുങ്കീനോസ് എന്ന പേരായ മനുഷ്യൻ കുന്തവുമായി വരികയാണ്, ആഞ്ഞു കുത്തുകയാണ്. അവസാനത്തുള്ള രക്തം, ആ രക്തവും കൂടെ കർത്താവ് ചിന്തുകയാണ്. കുത്തിയവൻ്റെ കണ്ണിൽ ആ രക്തം തെറിച്ചു വീണു, അവൻ്റെ കണ്ണ് തുറക്കപ്പെട്ടു. ക്രിസ്തുവിനെ കുത്തിയവൻ്റെ കണ്ണ് പൊട്ടിപ്പോവുകയല്ല, പൊട്ടിയ കണ്ണ് തുറന്നു കിട്ടുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത്. കുത്തിയവനോടും കരുണ കാണിക്കുന്ന ക്രിസ്തുവാണ് നമ്മുടെ ദൈവം എന്ന കാര്യം നാം മറക്കരുത്. ഈ ക്രിസ്തുവിനെ സ്വന്തമാക്കിയ വ്യക്തികൾക്ക് എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്രയോ സന്ദർഭങ്ങളിലാണ് പീഡ അനുഭവിച്ച്
ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന ആളുകളെ നമ്മൾ കണ്ടുമുട്ടുന്നത്. അപ്പോൾ സ്നേഹിക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്, പ്രതികാരം ചെയ്യാനല്ല. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചേക്കരുത് ദൈവം പ്രതികാരം ചെയ്യട്ടെ എന്ന്. എന്നാൽ ദൈവത്തിൻ്റെ പ്രതികാരത്തെക്കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞു വന്നത്. ഈ സാവൂള് എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞു കൊന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സാവൂള് കുതിരപ്പുറത്ത് ഡമാസ്കസിലേക്ക് യാത്ര ചെയ്യുകയാണ്. ക്രിസ്ത്യാനികളെ ഒന്നടങ്കം കൊല്ലാനുള്ള അധികാര പത്രം വാങ്ങിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ്. പോകുന്ന വഴിക്ക് ഒരു വെള്ളിടി വെട്ടുകയാണ്. സാവൂൾ, സാവൂൾ, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ. സാവൂള് താഴെ വീണു, കണ്ണറിയാൻ പാടില്ലാത്ത അവസ്ഥയായി തീർന്നു. 3 ദിവസം കണ്ണിന് കാഴ്ചയില്ലാത്തവനായി സാവൂള് യൂദാസിൻ്റെ ഭവനത്തിൽ താമസിച്ചു. അനന്യാസ് വന്ന് സാവൂളിൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച അതേ സമയത്ത് ചിതമ്പല് പോലെ എന്തോ കണ്ണിൽ നിന്ന് അടർന്ന് താഴേക്ക് വീണു. അങ്ങനെ താഴേക്ക് വീണ അവസരത്തിൽ അവൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടി. ഇന്നലെ വരെയും ക്രിസ്ത്യാനികളെ ശത്രുക്കളായി കണ്ടിരുന്ന ആ കണ്ണുകൾക്ക് മിത്രങ്ങളായി കാണാനുള്ള കാഴ്ച കർത്താവ് നൽകുകയാണ്. അവൻ്റെ കാഴ്ചപ്പാട് മാറി. സാവൂള് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുകയാണ്. നല്ലൊരു ക്രിസ്ത്യാനിയായി സാവൂള് മാറി. ഒരു കാലത്ത് മറ്റുള്ളവരെ ഉപദ്രവിച്ചിരുന്ന, പീഡിപ്പിച്ചിരുന്ന, മതത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ കൊന്നിരുന്ന ഈ സാവൂള് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായി. എന്തിന്? സാവൂളിൻ്റെ പേര് പോലും മാറി. സാവൂള് പൗലോസായി മാറി. പൗലോസായി മാറി. അതേ പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് ഒരു പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി ഇന്ന് പേര് മാറി അറിയപ്പെടുകയാണ്. പേര് മാറുന്ന അന്തരീക്ഷം ഉണ്ടാവുക, പേര് മാറി ആ അന്തരീക്ഷത്തിന് വ്യത്യാസമുണ്ടാകുക, ആ വ്യക്തി മാറുക, വ്യക്തിക്ക് തന്നെ വ്യത്യാസം ഉണ്ടാകുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഇനി പഴയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൽ കായേനെയും ആബേലിനെയും നാം കാണുന്നുണ്ട്. കായേൻ ഒരു കർഷകനാണ്, ആബേൽ ഒരാട്ടിടയനാണ്. രണ്ടുപേരും ദൈവത്തിൻ്റെതാണ്. ആദത്തിൻ്റെ ഹവ്വായുടെയും ആദ്യത്തെ 2 സന്താനങ്ങളാണ് കായേനും ആബേലും. രണ്ടുപേരും ദൈവസന്നിധിയിൽ ബലിയർപ്പിക്കുന്നുണ്ട്. പക്ഷേ ആബേലിൻ്റെ ബലിയിൽ ദൈവം സംപ്രീതനായി, കായേൻ്റെ ബലിയിൽ ദൈവം സംപ്രീതനായില്ല. ഇത് കായേനെ കുപിതനാക്കി. കായേൻ ആബേലിനെ കൊല്ലാനുള്ള ആലോചനയാണ്. അവൻ്റെ ഉള്ളിൽ വല്ലാത്ത വെറുപ്പും ദേഷ്യവും കിടക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വെറുപ്പ് വെച്ചുകൊണ്ട് കായേൻ ഇരിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ആരോടെങ്കിലും നിനക്ക് വെറുപ്പോ വിരോധമോ ഉണ്ടെങ്കിലും ദൈവം സംസാരിക്കും. എന്തിനാ വെറുപ്പുള്ളവരോട് ദൈവം സംസാരിക്കുന്നത്? ആ വെറുപ്പ് മാറ്റാനാ ദൈവം പറയുന്നത്. ഈ വെറുപ്പിൽ നീ തുടരരുത്, ഈ വെറുപ്പിൽ നീ ജീവിക്കരുത്, ഈ വെറുപ്പ് നിന്നെ തകർത്ത് കളയും. ദൈവം വന്ന് സംസാരിക്കുകയാണ്. കായേൻ, എന്താ നിൻ്റെ മുഖം വാടിയിരിക്കുന്നത്? എന്താ നീ കോപിച്ചിരിക്കുന്നത്? ഉചിതമായത് പ്രവർത്തിച്ചില്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുകയാണ്. സാത്താൻ നിൻ്റെ വാതിക്കൽ പതിയിരിപ്പുണ്ട്. അത് നിന്നെ കീഴടക്കും. അത് നിന്നിൽ താല്പര്യം വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വാക്കുകളൊന്നും കായേൻ കേൾക്കാൻ തയ്യാറായില്ല. കായേൻ ആബേലിനെ കൊണ്ടുപോയി ഒരു വയലിൽ ചെന്ന് ഇവൻ്റെ കൃഷിഭൂമിയിൽ അവനോട് കയർത്ത് കൊന്നുകളഞ്ഞു. കായേൻ ഒരു കർഷകനും ആബേൽ ഒരു ആട്ടിടയനും. കായേൻ സമ്പന്നൻ്റെ പ്രതീകമാണ്, ആബേൽ ദരിദ്രൻ്റെ പ്രതീകമാണ്. കായേൻ കഴിവും ശേഷിയുമുള്ളവൻ്റെ പ്രതീകമാണ്, ആബേൽ കഴിവും ശേഷിയും ഇല്ലാത്തവൻ്റെ പ്രതീകമാണ്. കായേൻ തൻ്റെ കൃഷിഭൂമിയിൽ കൊണ്ടുപോയി ആട്ടിടയനായ ആബേലിനെ അടിച്ചു കൊല്ലുകയാണ്. ഇനി ദൈവം എൻ്റെ ബലിയല്ലാതെ പിന്നെ ആരുടെ ബലി സ്വീകരിക്കും? അതാണ് കായേൻ്റെ കാഴ്ചപ്പാട്. 2 പേരും ബലിയർപ്പിക്കുമ്പോൾ ആബേലിൻ്റെ ബലിയാണ് ദൈവം സ്വീകരിക്കുന്നതെങ്കിൽ
ആബേലിനെ ഇല്ലാതാക്കിയാൽ പിന്നെ ഈ ബലി ദൈവം തൻ്റേതല്ലാതെ ആരുടെ സ്വീകരിക്കും? എന്നാൽ പ്രിയപ്പെട്ടവരെ, ബലി സ്വീകരിക്കുവാനല്ല ദൈവം ഇറങ്ങി വന്നത്. കായേൻ ആബേലിൻ്റെ ശബ്ദം ഇല്ലാതാക്കിയപ്പോൾ ശബ്ദിക്കാൻ കഴിയാത്തവൻ്റെ ശബ്ദമായി ദൈവം ഇറങ്ങി വരികയാണ്. അത് സത്യമാണ് പ്രിയരെ. ശബ്ദിക്കാൻ കഴിയാത്തവൻ്റെ ശബ്ദമാണ് ദൈവം എന്ന് പറയുന്നത്. ദൈവം ഇറങ്ങി വന്നു. കായേൻ, നീ ചെയ്തതെന്താ? നിന്റെ സഹോദരൻ ആബേലിൻ്റെ രക്തം പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്നു. നീ പ്രവൃത്തി ചെയ്തതുകൊണ്ട് ഈ മണ്ണ് നിനക്ക് മുള്ളും മുൾച്ചെടികളുമാണ് മുളപ്പിക്കുക. വെറുപ്പുള്ളവൻ കൃഷി ചെയ്താലും അധ്വാനിച്ചാലും ഒന്നും നേടാൻ പറ്റില്ല. ഒന്നും അവന് സ്വന്തമാക്കാനായിട്ട് പറ്റില്ല. ജീവിതം തകർന്നു പോവുകയാണ്. കായേന് വേണമെങ്കിൽ ആബേലുമായി സമാധാനത്തിൽ വർത്തിക്കാമായിരുന്നു. സമാധാനത്തിൽ വർത്തിക്കാനായിട്ട് തയ്യാറായില്ല. ദൈവവുമായി സമാധാനത്തിൽ വർത്തിക്കാമായിരുന്നു. അതിന് തയ്യാറായില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, സംഭവിക്കുന്ന കാര്യം കായേൻ ഉഴലുന്നവനായി മാറുകയാണ്. എന്നെ കാണുന്നവരെല്ലാം കല്ലെറിയും എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അക്ഷമിക്കുന്ന സ്നേഹം ഒഴുകി വരികയാണ്. കായേനെ കൊല്ലുന്നവൻ്റെ മേൽ 7 ഇരട്ടി ഞാൻ പ്രതികാരം ചെയ്യും. നമ്മൾ ഒരാളെ നശിപ്പിക്കുമ്പോൾ ചോദ്യവുമായി വരുന്നത് ദൈവമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് 5-6 മക്കളുണ്ടെന്ന് കരുതുക. ഞാനവരെ വീട്ടിലാക്കിയിട്ട് പള്ളിയിൽ പോകുന്നു. തിരിച്ചു വന്നപ്പോൾ ഒരുത്തിയൊരുത്തൻ്റെ മുടിയെ പിടിച്ച് വലിക്കുന്നു, ഒരുത്തിനൊരുത്തൻ്റെ പുറത്ത് കയറി ഇടിക്കുന്നു, ബഹളമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വടിയെടുത്ത് ഒരാൾക്കിട്ട് 5-6 അടിയടിച്ചു. അടുത്തയാൾക്കിട്ട് 5-6 അടിയടിച്ചു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന തോമാച്ചൻ ഒരു കാപ്പിക്കമ്പം വെട്ടി മുറ്റത്തോട്ട് ചാടി എൻ്റെ പിള്ളേരെ തല്ലാൻ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ പറയൂ, എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് തോമാച്ചൻ വന്നിരിക്കുന്നത്. തോമാച്ച, അവിടുന്ന് തല്ലിക്കോ, ഞാനിവിടുന്ന് തല്ലിക്കോളാമെന്ന്. എൻ്റെ പിള്ളേരെ എങ്ങാനും ആരെങ്കിലും തല്ലിയാൽ പിള്ളേരെ തല്ലി ഞാൻ അവസാനിപ്പിക്കും, എന്നിട്ട് തോമാച്ചനിട്ട് കൊടുക്കും. അതെന്താ കാര്യം? എൻ്റെ പിള്ളേരെ ഞാൻ തല്ലും, പക്ഷേ അയൽവക്കത്തെ തോമാച്ചൻ വന്ന് തല്ലാൻ ഞാൻ സമ്മതിക്കുകയല്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കും, മറ്റൊരാളുടെ സേവകനെ വിധിക്കാൻ നീ ആരാണ്? സ്വന്തം യജമാനൻ്റെ സന്നിധിയിലാണ് അവൻ നിൽക്കുകയോ വീഴുകയോ ചെയ്യുന്നത്. അവനെ താങ്ങി നിർത്താൻ യജമാനന് കഴിവുള്ളതുകൊണ്ട് അവൻ നിൽക്കുക തന്നെ ചെയ്യും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 4-ാം വാക്യം. അതുകൊണ്ട് ഒരു മനുഷ്യനെയും നമുക്ക് വിധിക്കാൻ അവകാശമില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, അല്ലയോ മനുഷ്യ, നീ ആര് തന്നെയായാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. വിധിക്കുന്ന നീയും അതേ തെറ്റ് തന്നെ ചെയ്യുന്നു. അതിനാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരിക്കലും പ്രതികാരം ചെയ്യരുതേ. ആരെയും നാം ദ്രോഹിക്കരുതേ. ആർക്കും എതിരായി നാം നിലകൊള്ളരുതേ. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള നല്ല ദൈവമേ, സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവാനുള്ള കൃപ തരണമേ. പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടും. കർത്താവേ, ഞങ്ങളെ വേദനിപ്പിച്ച ദ്രോഹിച്ച സകലരെയും അനുഗ്രഹിക്കാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ആശീർവദിക്കണമേ. തിരുവചനം കേൾക്കുന്ന സകല മക്കളെയും വിശുദ്ധീകരിച്ച് അഭിഷേകം ചെയ്ത് സ്നേഹത്തിൻ്റെ ഉടമകളാക്കി സകലരെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ.